ഓർക്കുന്നില്ലേ? ഫ്രാൻസ് എന്തായിരുന്നു എന്ന്? പാരീസ് എനിക്ക് എന്തെല്ലാമാണ് നൽകിയതെന്ന്? മിസ് ഫാൻഡി, എന്റെ അമ്മ അവരനുഭവിച്ച മനോദുഃഖം എനിക്ക് ഓർക്കാനേ വയ്യ. ഒരമ്മ അവളുടെ എത്ര വലിയ നിസ്സഹായ അവസ്ഥയിലായിരിക്കും. സ്വന്തം കുഞ്ഞിനെ ഒറ്റക്കിടത്ത് ഏൽപ്പിച്ചു പോകുന്നത്. എന്റെ അഭയസ്ഥാനത്തിന് അവൾ നൽകിയ വില അവളുടെ ശരീരാഗ്നിയായിരുന്നു. ഞാൻ എപ്പോഴും നീറി നീറി ജീവിക്കുകയായിരുന്നു. ശരീരത്തിൽ, ഹൃദയത്തിൽ, അഭിമാനത്തിൽ മുറിവുകളേറ്റ് തളർന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ സങ്കല്പിക്കാനാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രകാശമേതുമില്ലാതെ നിഴലുകൾ മാത്രം. അമ്മ എവിടെയാണമ്മ? അമ്മ എവിടെയാണെങ്കിൽ എൻ്റെ അരികിലേക്ക് വരുമോ? ഞാൻ വല്ലാതെ വേദനിക്കുന്നുണ്ട് അമ്മ. എനിക്ക് അമ്മേനെ കാണണം. എന്റെ പ്രിയപ്പെട്ടവനെ, തമാശ നിർത്തൂ. മരിയൂസ്, നോക്കൂ, ഈ നഗരം മുഴുവൻ നമ്മളെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെന്താണെന്നോ? അത് നന്നായിരിക്കുന്നു. മരിയൂസ്, എന്റെ ജീവിതത്തിലെ പ്രകാശത്തിന്റെ തുടർച്ചയാണ് നിങ്ങൾ. നിങ്ങൾക്കറിയുമോ, സ്നേഹം നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന പലതും നമ്മെ കൊണ്ട് ചെയ്യിക്കും. സ്നേഹത്തിന് മാത്രം കഴിയുന്നത് മരിയൂസ്, സ്നേഹത്തിന് മാത്രം കഴിയുന്നത്. മകളെ, പ്രിയപ്പെട്ട കൊസറ്റ്, നീ എവിടെയാണ്? നിന്നെ ഞാൻ രക്ഷപ്പെടുത്തുകയായിരുന്നില്ല മകളെ, നിന്നിലൂടെ എന്നെ വീണ്ടെടുക്കുകയായിരുന്നു. അച്ഛാ, എന്നെ ആരും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടില്ല. അച്ഛൻ എപ്പോഴും ജാഗ്രതയാണ്, എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്താ? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രാണനാണ്. എന്നെ സ്നേഹിച്ചത്, എനിക്ക് ജീവിതം നൽകിയത്, വിദ്യാഭ്യാസം നൽകിയത് എല്ലാം എന്റെ അച്ഛനാണ്. ശരിയാണ്, എനിക്ക് ജന്മം നൽകിയത് ആ മനുഷ്യ സ്നേഹി അല്ല. അത് മാത്രമാണ് എന്റെ ദുഃഖം, എന്റെ ജീവിതത്തിന്റെ നിരാശ. തെനാഡിയസിന്റെ സത്രത്തിലെ ഇരുട്ടിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എന്റെ അച്ഛനാണ്. മനുഷ്യത്വം ഉരുവം കൊടുത്ത ആ മഹാമനുഷ്യൻ പകർന്നു നൽകിയ വെളിച്ചമാണ് അദ്ദേഹം എനിക്ക് പകർന്നു തന്നത്. അത് തന്നെയാണ്
അദ്ദേഹം ഈ ലോകത്തിന് മുഴുവൻ നൽകിയത്. അതെ, എന്നെ രക്ഷിച്ചത്, എനിക്ക് ഈ ജീവിതം നൽകിയത് മിസ്റ്റർ ജയിൽ വാൾജീൻ എന്ന മനുഷ്യ സ്നേഹിയാണ്. അതാ തെനാഡിയസിന്റെ സത്രമല്ലേ ഇത്? അവിടെ അവിടെ അവൾ ഉണ്ടായിരിക്കുമോ? മതിയായ ഭക്ഷണമില്ലാതെ അസഹ്യമായ വേദന സഹിച്ച് കഠിനമായ ജോലികൾ ചെയ്ത് തളർന്നുറങ്ങുന്ന ഞാനെന്ന കൊച്ചു കുഞ്ഞ്. നിങ്ങൾക്ക് വേദനിച്ചോ? വേണ്ട, ഇത് എന്റെ കഥയല്ല, എന്റെ അച്ഛന്റെ കഥയാണ്. ഒരു സാധു പാവം മരം വെട്ടുകാരന്റെ കഥ. ഒന്ന് മറന്നു, നിങ്ങൾ ഇന്നും അന്നും ആഘോഷിക്കുകയും അനുശാസിക്കുകയും ചെയ്ത ഒരു വാക്കിന്റെ കഥ, ധാർമ്മികത എന്ന വാക്കിന്റെ കഥ. സാമൂഹിക നീതി, സമത്വം, സദാചാരം, ദാരിദ്ര്യം. ഒന്ന് ചോദിച്ചോട്ടെ, വിധവയായ സഹോദരിയുടെ കുഞ്ഞ് വിശന്ന് കരഞ്ഞപ്പോൾ ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചത് മോഷണമാണോ? സഹായിക്കാൻ മനസ്സു കാട്ടിയവന്റെ മുന്നിലെ വെള്ളിപ്പാത്രങ്ങൾക്ക് മുന്നിലേക്ക് കൈകൾ നീണ്ടുപോയത് അവന്റെ മാത്രം കുറ്റമാണോ? ശരീരത്തിലും ജീവനിലും വഞ്ചിക്കപ്പെട്ട ഒരുവൾ തന്റെ കുഞ്ഞിന്റെ ഉപജീവനത്തിനു വേണ്ടി ശരീരം വിൽക്കാൻ ശ്രമിച്ചത് അത് ഈ സമൂഹത്തിന്റെ അധപതനമല്ലേ? വേഷം മാറി മാറി ജീവിച്ചവന് കിട്ടിയ നീതിയുടെ അളവെത്രയാണ്? അഭയസ്ഥാനത്ത് ആക്രമിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ സ്ഥാനം ഈ സമൂഹത്തിൽ എവിടെയാണ്? ഉത്തരവുണ്ടാവില്ല, ഉത്തരമില്ല. കരുണയില്ലാത്ത വർഗങ്ങൾ കരുണയില്ലാത്ത നിയമങ്ങളെ വിലക്കി വാങ്ങുന്നു. നിയമങ്ങൾക്ക് സ്നേഹത്തെയും നിരാശയെയും അളക്കാനാവില്ല. ഈ ജീവിതം മുഴുവൻ തീരുമാനങ്ങളാണ്. നാം അതെങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് പ്രധാനം. തീരുമാനങ്ങളുടെ ഈ ലോകം, തെരഞ്ഞെടുപ്പുകളുടെ ഈ ലോകം തിരുത്തലിന്റെ കൂടിയാവട്ടെ.